ഹായ് എവ്രി വൺ. CMA ഇൻ്റർമീഡിയറ്റ് എക്സാം ഈ വരുന്ന ഡിസംബർ 2025 എഴുതാൻ വേണ്ടി എല്ലാ സ്റ്റുഡൻസും അതിൻ്റെ പ്രിപ്പറേഷൻസിലാണ് എന്നെനിക്കറിയാം. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നവരായാലും അതല്ലാതെ യൂട്യൂബ് വീഡിയോസ് കണ്ട് നമുക്ക് മെസ്സേജ് ചെയ്യുന്നവരായാലും എല്ലാവരും പറയുന്നൊരു കൺസേൺ, ലാസ്റ്റ് മിനിറ്റ് ആയപ്പോൾ നല്ല ടെൻഷൻ ആവുന്നുണ്ട്, എങ്ങനെയാണ് മിസ്സേ പഠിക്കുക. എല്ലാവരും മെജോറിറ്റി ചോദിക്കുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സെക്കൻഡ് ഗ്രൂപ്പിനും ചോദിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് കമ്പാരിറ്റീവ്ലി തോന്നിയത് ഒരുപാട് പേരുടെയും റിക്വയർമെൻറ്റ് ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ, അതും വളരെ ഈ ചുരുങ്ങിയ ദിവസത്തിൽ എങ്ങനെ നിങ്ങൾക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്യാം, എന്തൊക്കെ നിങ്ങൾ പഠിക്കണം, എങ്ങനെ കൺഫ്യൂസ്ഡ് ആകാതെ നിൽക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോ നിങ്ങൾ കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിൽ 4 സബ്ജക്റ്റാണുള്ളത്. ബിസിനസ് ലോ ആൻഡ് എത്തിക്സ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ടാക്സേഷൻ, കോസ്റ്റ് അക്കൗണ്ടിങ്. 4 പേപ്പറാണ് നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിലുള്ളത് CMA ഇൻ്റർമീഡിയറ്റിൽ. അപ്പോൾ ഈ വരുന്ന ഡിസംബർ 2025 എങ്ങനെ ഈ പറഞ്ഞ 4 പേപ്പർ വളരെ നല്ല മാർക്കോട് കൂടി നിങ്ങൾക്ക് സ്കോർ ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇതൊരു ബാച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബാച്ചാണ്. ഈ ബാച്ചിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം, എങ്ങനെയാണ് ഞാനിത് പ്ലാൻ ചെയ്യുന്നത്. ഇതൊരു വർക്കൗട്ട് ബാച്ച് പോലെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ വർക്കൗട്ട് ബാച്ച് പോലെയാണ്. നമ്മൾ എല്ലാ അറ്റംപ്റ്റിലും എക്സാം എടുക്കുമ്പോൾ നമ്മൾ വർക്കൗട്ട് ബാച്ച് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ ഒരു വർക്കൗട്ട് ബാച്ചായിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാംസ് ക്ലിയർ ചെയ്യണോ, നിങ്ങൾക്ക് എന്നെ വിശ്വാസമുണ്ടോ, ഡെഫിനറ്റായിട്ട് ഈ ബാച്ചിൽ ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും A to Z ഞാൻ തരും. അപ്പോൾ ഇതിൽ നമ്മുടെ കംപ്ലീറ്റ് ഈ സെഷൻ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നും ഇവിടെ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നും എല്ലാം ഞാൻ ഇതിനകത്ത് പറയും. ശ്രദ്ധിച്ച് ഈ വീഡിയോ കാണുക. ഇത് നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ ഹോപ്പ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ലാസ്റ്റായിട്ട് കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മിസ്സ് ചെയ്യരുത്, ഫുള്ളായിട്ട് കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് ലോ അല്ലേടാ, ലോയാണ്. അപ്പോൾ ലോ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്, നോട്ട്, MCQ കഴിഞ്ഞ 5 അറ്റംപ്റ്റിൻ്റെ ജൂൺ 2023 മുതൽ 2025 വരെയുള്ള 5 അറ്റംപ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും തരും. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ എത്തിക്സ്, ഇൻഡസ്ട്രിയൽ ലോ എന്നൊരു ഹെഡുണ്ട്. അതിന് താഴെ നമുക്ക് 5 ചാപ്റ്റേഴ്സാണ് വരുന്നത്. ആ 5 ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ കമ്പനീസ് ആക്ട്. ഈ 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. എണ്ണത്തിൽ നോക്കുമ്പോൾ മിസ്സ് നമുക്ക് 3 ചാപ്റ്ററാണോ പഠിപ്പിക്കുന്നത്, നമ്മൾ പാസ്സാകോ എന്നല്ല. ഈ പറഞ്ഞ എത്തിക്സിന് 18 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ ലോയിൽ നിന്ന് 18 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. കമ്പനീസ് ആക്ടിൽ നിന്ന് നമുക്ക് 52 മാർക്ക് വെയിറ്റേജ് വരുന്നുണ്ട്. സോ 52 മാർക്ക് വെയിറ്റേജ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടോട്ടൽ ചെയ്ത് നോക്കൂ, ഈ 3 കൂടി പഠിക്കുമ്പോൾ എത്ര മാർക്ക് നിങ്ങൾക്ക് കവർ ആവും എന്നുള്ളത്. സോ ലോ എന്ന് പറയുന്ന പേപ്പറിൻ്റെ ക്ലാസ്, നോട്ട്, MCQ കഴിഞ്ഞ 5 അറ്റംപ്റ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് ക്ലാസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോ ആയിരിക്കും. ലോ നിങ്ങൾക്ക് 8 ദിവസം കൊണ്ടാണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 8 ഡേയ്സിൽ ലോ നിങ്ങളുടെ കയ്യിൽ സേഫ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് അക്കൗണ്ട്സ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കോസ്റ്റ് അക്കൗണ്ട്സ് ആണേ. കോസ്റ്റ് അക്കൗണ്ട്സ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ട്സിൽ ഇതുപോലെ ക്ലാസ്, നോട്ട്, MCQ പ്രീവിയസ് അറ്റംപ്റ്റ് ഏതൊക്കെ ടോപ്പിക്സാണ് നമ്മൾ കവർ ചെയ്യുന്നത് നിങ്ങൾക്കറിയോ. വളരെ ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അതുപോലെ ഇൻട്രൊഡക്ഷൻ, പിന്നെ ഓവർ ഹെഡ്സ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ്, ബഡ്ജറ്റ്സ്, ഓപ്പറേഷൻ കോസ്റ്റിംഗ്, കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, എംപ്ലോയി കോസ്റ്റ്, മെറ്റീരിയൽ കോസ്റ്റ്. ഓക്കെ, 11 ചാപ്റ്റേഴ്സാണ് കോസ്റ്റ് അക്കൗണ്ട്സിൽ നമ്മൾ പഠിക്കുന്നത്.
ഈ 11 ചാപ്റ്റേഴ്സിലും ക്വസ്റ്റ്യൻസ് മാക്സിമം ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എല്ലാം ക്ലാസ്സിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്. ഒന്നുപോലും നിങ്ങളോട് ഞാൻ ഹോംവർക്ക് ചെയ്യാൻ പറയുന്നില്ല, എല്ലാം നിങ്ങൾ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് ഇൻ ഡെപ്തിൽ ഓരോ കാര്യങ്ങൾ, അത് തിയറി വേണ്ടെടുത്ത് തിയറിയും പ്രോബ്ലം വേണ്ടെടുത്ത് പ്രോബ്ലവും ഒക്കെ ആയിട്ട് ഇതൊരു തട്ടിക്കൂട്ട് ക്ലാസ് ഒന്നുമല്ല, നമ്മുടെ നോർമൽ റെഗുലർ ക്ലാസ്സിന് കൊടുക്കുന്ന പോലെ തന്നെയാണ് നിങ്ങളുടെ വർക്കൗട്ട് ബാച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കോസ്റ്റ് അക്കൗണ്ട്സിൽ പ്രൊവൈഡ് ചെയ്യും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ അക്കൗണ്ട്സ് ആണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അക്കൗണ്ട്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് അക്കൗണ്ടിങ് ഫണ്ടമെൻ്റൽസ് ആണ്, ദെൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ബ്രാഞ്ച് അക്കൗണ്ട്സ്, ഇൻഷുറൻസ്, ഹയർ പർച്ചേസ്, ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പിന്നെ നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സ് ഉണ്ടല്ലോ, നമ്മുടെ കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ്റെതും ഉണ്ട്, NPOയുടേതും ഉണ്ട്, രണ്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൺസൈൻമെൻറ്റ്, ഇത്രയാണ് നിങ്ങൾക്ക് അക്കൗണ്ട്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. 5, 6, 7, 8, 9, 10 10 ചാപ്റ്റേഴ്സാണ് അക്കൗണ്ട്സിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ക്ലാസ്, നോട്ട്, MCQ, പ്രീവിയസ് അറ്റംപ്റ്റ് എല്ലാം തരും. അക്കൗണ്ട്സ് ബേസിക്സ് ഇല്ല, എനിക്ക് ഇത് പഠിച്ചാൽ വർക്കാവോ എന്നുള്ള ഡൗട്ടുള്ളവർക്ക് ഡെഫിനറ്റായിട്ട് ജോയിൻ ചെയ്യാം. ഡെബിറ്റും ക്രെഡിറ്റും ജേർണൽ എൻട്രി എങ്ങനെ വന്നു എന്നുള്ളതും എങ്ങനെ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യണം എന്നുള്ളതും അക്കൗണ്ട് എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഓരോന്നും പറഞ്ഞു പോകുന്നത്. സോ നിങ്ങൾക്ക് അക്കൗണ്ട്സ് ബേസിക്സ് ഇല്ല, ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു, ആ തോട്ടൊന്നും വേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രീതിക്കാണ് ക്ലാസ്സസ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ടാക്സേഷനാണ്. എല്ലാവരുടെയും പേടി സ്വപ്നമായിട്ടുള്ള ടാക്സേഷൻ ലാസ്റ്റിൽ വെക്കാൻ റീസൺ ഉണ്ട്. ഞങ്ങളുടെ ഇവിടെ ഡേയ്സ് പറഞ്ഞില്ല അല്ലേ. കോസ്റ്റ് അക്കൗണ്ട്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് 13 ഡേയ്സ് കൊണ്ടാണ് കേട്ടോ. അക്കൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് 13 ഡേയ്സ് കൊണ്ടാണ്. ലോ 8 ദിവസമാണ്. ഇനി നമ്മുടെ ടാക്സേഷൻ വരുമ്പോൾ ഏതൊക്കെ ടോപ്പിക്സ് ആണെന്ന് പറയാം. നമ്മുടെ IDT ഉണ്ട്, DT ഉണ്ട് ടാക്സേഷനിൽ. IDT നമ്മൾ ഫുള്ളായിട്ട് പഠിക്കും. IDTയിൽ നമുക്ക് ഒരുപാട് ഏകദേശം 12-13 ചാപ്റ്റർ ഉണ്ട്. എല്ലാം വളരെ സിമ്പിളാണ്. കസ്റ്റംസ് പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാം വളരെ സിമ്പിളാണ്, ഈസിലി സ്കോർ ചെയ്യാനും പറ്റുന്ന ഒരു ഏരിയയാണ്. അറൗണ്ട് 58 മാർക്കോളം നമുക്ക് IDT പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ IDT നമ്മൾ കംപ്ലീറ്റ്ലി പഠിക്കും. DTക്കകത്ത് നമ്മൾ പഠിക്കുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, സാലറി, ഹൗസ് സാലറി, ഹൗസ് പ്രോപ്പർട്ടി, സെറ്റ് ഓഫ്, ഇത്രയും ചാപ്റ്റേഴ്സാണ് നമ്മൾ ടാക്സേഷനിൽ പഠിക്കുന്നത്. ഇത് നമ്മൾ കവർ ചെയ്യുന്നത് 14 ഡേയ്സ് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഈ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമുക്ക് 48 ഡേയ്സ് കൊണ്ട് നമ്മുടെ ഫുൾ ഈ ഒരു സെഷൻ വർക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഒരു 3 അവേഴ്സോ അല്ലെങ്കിൽ 2.5 hours to 3 hours മാത്രമേ നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരിക്കത്തുള്ളൂ. എല്ലാം നിങ്ങൾക്ക് സ്പൂൺ ഫീഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണ്ട ക്ലാസ്, നോട്ട്, MCQ, പ്രീവിയസ് അറ്റംപ്റ്റ്, നിങ്ങൾ വേറൊരു റിസോഴ്സിനൊക്കെ പോകേണ്ട ആവശ്യമേ ഇല്ല. എല്ലാം നിങ്ങൾക്ക് ഇവിടെ തരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കുക എന്നുള്ള ഒറ്റ ഇത് മാത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഇരിക്കാൻ നിങ്ങൾ റെഡിയാണ് എങ്കിൽ ഈ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിച്ചോളൂ. ഇനി കളയാൻ സമയമില്ല നമ്മുടെ കയ്യിൽ. നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കുക. ഇതിൽ ഫുൾ ടോപ്പിക്കുകൾ നമ്മൾ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ്, തിയറിക്ക് തിയറി എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാത്തിൻ്റെ ആൻസേഴ്സ് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പണായിട്ട് ചോദിക്കാം. എത്ര വലുതോ ചെറുതോ ആയ ഡൗട്ടുകൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് എക്സാംസ് കഴിയുന്നത് വരെയും കംപ്ലീറ്റ് ഗൈഡൻസ് ഉണ്ടാവും. ഈ ക്ലാസ്സസിൻ്റെ വാലിഡിറ്റി ഒക്കെ എക്സാം കഴിഞ്ഞിട്ടും 31 ഡിസംബർ വരെയും നിങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ടാവും. അൺലിമിറ്റഡ് ആയിട്ട് എത്ര തവണ വേണമെങ്കിലും വാച്ച് ചെയ്യാനും പറ്റും. വ്യൂസൊക്കെ അൺലിമിറ്റഡ് ആക്കിയാണ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാവരും ജോയിൻ ചെയ്ത് പഠിക്കുക. നമ്മുടെ ലോ 8 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. കോസ്റ്റ് അക്കൗണ്ട്സ് 13 ഡേയ്സ് ആണ്, അക്കൗണ്ട്സ് 13 ഡേയ്സ് ആണ്, ടാക്സേഷൻ 14 ഡേയ്സ് ആണ്. 48 ഡേയ്സ് കൊണ്ട് നമ്മുടെ പഠിക്കാനുള്ളതൊക്കെ പഠിച്ച് നമ്മൾ തീർക്കും. ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ പഠിക്കുന്നത്. എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കും. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ റിവിഷൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഓക്കെ, ഈ ദിവസങ്ങളിൽ പഠിച്ച് ക്ലാസ് കണ്ടാൽ മാത്രം മതിയോ എന്ന്. അല്ല,
ക്ലാസ് കണ്ടാൽ മാത്രം പോരാ, ക്ലാസ്സിനൊപ്പം അന്നന്ന് പഠിപ്പിച്ചത് അന്ന് പഠിക്കുകയും വേണം. തലേ ദിവസം എന്താണോ പഠിച്ചത് അത് റിവൈസ് ചെയ്യുകയും കൂടി വേണം. അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകത്തില്ലേടാ, മനുഷ്യരല്ലേടാ നമ്മൾ. അപ്പോൾ തലേന്നുള്ളത് കൂടി നമ്മൾ പഠിച്ചത് മനസ്സിൽ കൊണ്ടുവരികയും വേണം. അറ്റ് ദ സെയിം ടൈം ദിവസമുള്ളത് പഠിക്കുകയും വേണം. നമ്മുടെ ഇപ്പോഴത്തെ ബാച്ചിലെ കുട്ടികളൊക്കെ 10 മണിക്കൂറാണ് പഠിക്കുന്നത്. 10 മണിക്കൂർ അവർ പഠിക്കുന്നുണ്ട്. അവർക്ക് 5 മാസം കൊണ്ട് തുടങ്ങിയ ബാച്ചിൽ അവർ 10 മണിക്കൂർ കൊണ്ട് പഠിക്കുന്നുണ്ട് ദിവസവും. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ 10 hours കൊടുക്കാനുണ്ട്. പോട്ടെ 8 hours മിനിമം ഞാൻ പറയുന്നത്, മിനിമം 8 hours നിങ്ങൾക്ക് കൊടുക്കാനുണ്ടോ? നിങ്ങൾ ഡെഫിനറ്റായിട്ട് ക്ലിയർ ആവോടാ. ഞാൻ നിങ്ങൾക്ക് അഷ്വർ ചെയ്യാണ്, നിങ്ങളിതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് ഇതാവും. പിന്നെ ഇത് നല്ല യൂസ്ഫുൾ. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫുള്ളായിട്ട് ഈ ഒരു ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വരുന്ന ഫീസ് എന്ന് പറയുന്നത് 2600 ആണ്. ഓക്കെ, 2600-ന് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് തന്നെ കിട്ടാൻ നല്ല പാടാണ് ഇൻ്റർമീഡിയറ്റിൻ്റെ, അല്ലേ? ആ ഒരു റേറ്റിന് ഈ 4 സബ്ജക്റ്റും കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. നമ്മുടെ സ്റ്റുഡൻസൊക്കെ, നമുക്ക് 200-ൽ കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ട്. നമ്മുടെ സ്റ്റുഡൻസൊക്കെ അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ചെറിയ ഫീൽ നമുക്ക് ക്ലാസ് തരാൻ പറ്റുന്നതും ക്വാളിറ്റി ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതും. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിന് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്, ഒരുപാട് പേര് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് മതി നമുക്ക് ഈ ഒരു ബാച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ 2600 ആണ് ഈ ഒരു വർക്കൗട്ട് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ എക്സാംസ് ക്രാക്ക് ചെയ്യാനുള്ള ഈ ബാച്ചിൻ്റെ ഫീ എന്ന് പറയുന്നത്. എത്രയോ വലിയ തൗസൻഡ്സ് കണക്കിന് ഫീസ് കൊടുത്താണ് നിങ്ങൾ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്നത്, അല്ലേ? അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു 1% ഉള്ളൂ ഇവിടെ ഈ ഫീ അടയ്ക്കാനായിട്ട്. അപ്പോൾ ഫീസിൻ്റെ കാര്യം വിടുക, എക്സാംസ് മുന്നിൽ വയ്ക്കുക. നമ്മുടെ പൈസ, നമ്മളതിന് ചിലവാക്കുന്ന പൈസയുള്ള കണക്ക് വെക്കേണ്ടത് നമ്മളെ എക്സാം, നമ്മുടെ മെയിൻ ഡ്രീമാണത്. ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ എന്തൊക്കെ ഉണ്ടോ ആ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ നമ്മൾ മാറ്റി വെക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പോകാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളിലൂടെയും നമ്മൾ പോകണം. ഓക്കെ, അപ്പോൾ 2600 ആണ് നമ്മുടെ ഫീസ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. മെസ്സേജ് ചെയ്താൽ മതി, ആരും കോൾ ചെയ്യരുത്. കാരണം കോൾ അധികം ഞാൻ അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ കൂടുതൽ ക്ലാസ്സിൻ്റെ കാര്യമൊക്കെ നമ്മൾ വാട്സാപ്പ് ത്രൂ ആണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. നിങ്ങൾക്കപ്പോൾ ഫുൾ ഇത് വാച്ച് ചെയ്യാം. വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുകയും ചെയ്യാം കേട്ടോ. പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി അതല്ല, സബ്ജക്റ്റ് വൈസ് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ബിസിനസ് ലോയ്ക്ക് 700 ആണ്, അക്കൗണ്ട്സിന് 700, കോസ്റ്റ് അക്കൗണ്ട്സിന് 700, ടാക്സേഷന് 800 ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഫീസ് വരുന്നത്. ഇൻഡിവിജ്വലി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ട്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡെഫിനറ്റായിട്ട് ജോയിൻ ചെയ്ത് പഠിച്ചോളൂ. ഇനി അതല്ല, ടോപ്പിക്സ് മാത്രമാണെങ്കിൽ പോലും നിങ്ങൾക്കിത് യൂസ് ആവും. അതായത് ജസ്റ്റ് നിങ്ങളുടെ ക്ലാസ് എല്ലാം ഉണ്ട്, പഠിച്ചിട്ടെല്ലാം ഉണ്ട്, ഒന്ന് റിവൈസ് ചെയ്ത് ഏതൊക്കെ ടോപ്പിക് ഒന്ന് അറിഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആണ്. ഈ ടോപ്പിക്കൊക്കെ നിങ്ങൾ പഠിച്ചാൽ മതിയിടാം, ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളെ അഷ്വർ ചെയ്യുകയാണ്, നിങ്ങൾ ഡെഫിനറ്റായിട്ട് പഠിക്കുക. സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ ഇതുപോലുള്ള വർക്കൗട്ട് ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് കമൻറ്റിലോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുകയോ ഒക്കെ പറയുക. നമുക്ക് ഡെഫിനറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക, അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.